ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, വന്യരായ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, റമ്പാച്ചന്മാരെ, ശ്രേഷ്ഠ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദൻ. മരണം നെടുവീർപ്പിൽ ആണ് ഉണ്ടാകുന്നത്. അത് നെടുവീർപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഓർമ്മ പ്രത്യാശയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നമ്മിൽ പ്രത്യാശ ജനിപ്പിക്കുന്നതിനും പ്രത്യാശയിൽ നടത്തുന്നതിനും ഉതകും എന്ന് നാം ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായും മലങ്കര സഭാ മക്കൾക്ക് അത് ഈ പ്രദേശത്തുനിന്നല്ല, മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും ഏറെ ബഹുമാനവും ആദരവും തങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ മുഖലാവണ്യവും ജീവിത ലാവണ്യവും ഉള്ള ഒരാളായിട്ടാണ് മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയെ ഓർക്കുന്നത്. നാം വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ യോഹന്നാൻ മാബ്ദാന ഗലീലയിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന ആളുകളോട് ഒരാളെക്കുറിച്ച് പ്രത്യേകമായും സാക്ഷ്യം പറയുകയാണ്. അദ്ദേഹം ഒരു നാൾ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. അത് കേട്ട് തന്നോടൊപ്പം ഉണ്ടായിരുന്ന കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോയി. പിറ്റേന്നാൾ വരുന്ന യേശുവിനെ നോക്കിക്കൊണ്ടും യോഹന്നാൻ മാബ്ദാന അക്കാര്യം തന്നെ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട്, കുറച്ചുകൂടെ ചെറുതാക്കിക്കൊണ്ട് ഹ്രസ്വമായ ഒരു വിവരണം കൂടെ നൽകി. അത് തലേന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഉറപ്പിച്ച ആണ് പറഞ്ഞത്, ഇത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട് എന്നുള്ള കാര്യം. തലേന്നും പിറ്റേന്നും ഒരാളെ കുറിച്ച് ബഹുമാനത്തോടെ പറയുകയും ആ ബഹുമാന വാചകത്തിൽ ഒതുങ്ങാതെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് അത്ഭുതമായിട്ട് തോന്നിയേക്കാം. വി മൈറ്റ് ബി ഡിഫറെന്റ് അറ്റ് ടൈംസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം. എന്നാൽ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയെക്കുറിച്ച് തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ബോധ്യപ്പെടുകയും വ്യക്തിപരമായി എന്നെക്കാൾ അധികമായി നിങ്ങൾക്ക് ബന്ധമുള്ളപ്പോൾ ആ ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് തലേന്നും പിറ്റേന്നും മറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുവാനായി സാധിക്കുകയില്ല. അദ്ദേഹം ഏഞ്ചൽ ആയിരുന്നു എന്ന് നാം ബോധ്യപ്പെട്ടു. മലങ്കരയുടെ മക്കൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളിപ്പേര് മാത്രമായിട്ടല്ല നൽകിയത് എന്നും നമുക്ക് അറിയാം. പെരുന്നാളുകൾ സ്മര്യ പുരുഷന്റെ നന്മകളെ കീർത്തിക്കുന്നതിൽ അധികമായി സ്മര്യ പുരുഷൻ ഉയർത്തിപ്പിടിച്ച ദൈവിക അംശത്തിലേക്കുള്ള ആഹ്വാനമായി ഭവിക്കുന്നു. പെരുന്നാളുകൾ നമുക്ക് വലിയ നാളുകൾ ആകുന്നത് യേശുവിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് എന്ന് നാം വിചാരിക്കുകയും അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ സ്മര്യ പുരുഷനായ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിന്റെ ബോധ്യങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചതിന്റെ കഥകൾ പറയുന്നതിനും അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനും അത് ആഘോഷപൂർവമായി പങ്കുചേർന്ന് ആചരിക്കുന്നതിനുമായിട്ടാണ് നാം ഈ സന്ധ്യ എടുക്കുന്നത്. തനിക്ക് ദൈവത്തിങ്കലേക്ക് നയിക്കപ്പെടുവാൻ അത് ഉതകിയെങ്കിൽ തൻ്റെ ജനത്തിനും തീർച്ചയായും അങ്ങനെ തന്നെയാകണം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. എല്ലാ ഓർമ്മകളും യേശുക്രിസ്തു എന്ന വലിയ ദൈവബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന കഥകളായി ഭവിക്കണം. അത് നമ്മുടെ അനുഭവമായിട്ടുള്ളത് കൊണ്ടാണ് എന്നുള്ളതിന് തർക്കമില്ല. ഇസ്രായേൽക്കാരുടെ ഇടയിൽ പരിചിതമായ, അവർ ആദരിക്കുന്ന ഒരു കഥ ഇപ്രകാരമാണ്. അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും ഞെരുക്കങ്ങളും ഏറി വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവരുടെ നേതാക്കൾ, റാബിമാർ, അവരെയും കൊണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്ര. അങ്ങനെ റാബി മോശയുടെ കാലഘട്ടത്തിൽ, പഴയ നിയമത്തിലെ വിമോചകനായ മോശയല്ല, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം 2-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. റാബി മോശയുടെ കാലഘട്ടത്തിൽ അവർക്ക് സംഘർഷവും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഏറി വന്ന ഒരു കാലഘട്ടത്തിൽ റാബി മോശെ ജനത്തോട് പറഞ്ഞു,
നാം ഈ സമീപ കാനനത്തിലേക്ക് ചെന്ന് ഈ കാട്ടിൽ ഒരു പ്രത്യേക ഇടം കണ്ടെത്തി നമുക്ക് പൈതൃകമായ പ്രാർത്ഥനകൾ ചൊല്ലി അവിടെ വിശുദ്ധാഗ്നി കത്തിക്കുന്ന രീതിയുണ്ടല്ലോ, അത് നാം നിർവഹിക്കണം എന്ന് പറഞ്ഞ് അവിടേക്ക് പോയി. അവിടെ ചെന്നു, പ്രത്യേക ഇടം കണ്ടെത്തി, പ്രത്യേക പ്രാർത്ഥനകൾ, പൈതൃകമായ പ്രാർത്ഥനകൾ. നമ്മുടെ കാനൂനികമായ നമസ്കാരത്തിന്റെ അവസാനത്തിലാണല്ലോ നാം നിൽക്കുന്നത്. തീർച്ചയായും അതുപോലെയുള്ള പൈതൃക പ്രാർത്ഥനകൾ ചൊല്ലി വിശുദ്ധാഗ്നി കത്തിച്ച് പ്രാർത്ഥിച്ച് മാധ്യസ്ഥത്തോടെ അവർ തിരികെ വന്നു. തിരികെ വരുമ്പോൾ റാബി മോശയെ സ്വീകരിക്കേണ്ടതിനും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരെ ബഹുമാനിക്കേണ്ടതിനുമായി ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് ആ കാട്ടിലെ വഴിത്താരയിലേക്ക് കയറിയിരിക്കുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് നേരിടുവാനുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും ഇതാ അസ്തമിച്ചിരിക്കുന്നു. അവർക്ക് സന്തോഷമായി. കൃത്യമായും 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും ഏറി. അങ്ങനെയുള്ള ഞെരുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിൽ അവരെ നയിച്ചിരുന്നത് റാബി ഹില്ലേലായിരുന്നത്രേ. ഹില്ലേലും ഇതുപോലെ തന്നെ പൈതൃകമായ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതിനും വിശുദ്ധ ഇടം കണ്ടെത്തേണ്ടതിനും പ്രത്യേക ഇടം കണ്ടെത്തേണ്ടതിനും വിശുദ്ധ അഗ്നി കത്തിക്കുന്നതിനുമായി ആഗ്രഹിച്ച് ആ കാട്ടിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥലം, പ്രത്യേക ഇടം കണ്ടെത്തുവാനായില്ല. വിഷമമായി. എങ്കിലും ആ പൈതൃക പ്രാർത്ഥന അവിടെ നിന്ന് ചൊല്ലി അതിനുശേഷം വിശുദ്ധാഗ്നി കത്തിച്ചു, തിരികെ വന്നു. അപ്പോഴും തൻ്റെ പൂർവികൻ ചെയ്തതുപോലെയും അവർക്ക് അനുഭവം ഉണ്ടായതുപോലെയും സന്തോഷമായി, ശുഭപര്യവസായിയായി. ഏകദേശം 1.5 തലമുറയുടെ കാലം കടന്നപ്പോൾ, പഴയ നിയമം നാം വായിക്കുമ്പോൾ ഒരു തലമുറയ്ക്ക് 40 വർഷക്കാലം, ദാവീദ് ഇസ്രായേലിന് 40 വർഷക്കാലം, അവന്റെ മകനായ ശലോമോനോ 40 എന്നിങ്ങനെ ഒരു ഗണന നമ്മളവിടെ കാണുന്നുണ്ട്. ഇറ്റ് മൈറ്റ് ബി എ സ്കീം ടു പ്രൊവൈഡ് ദ നറേറ്റീവ്. തർക്കമില്ല, അവർ അത്രയും കാലം ഭരിച്ചു കാണും. എന്നാൽ അത് ആ നറേറ്റീവിന്, ആ വിവരണത്തിനൊരു സൗന്ദര്യം നൽകുന്നതാണ്, അതിനൊരു തുടർച്ച നൽകുന്നതാണ് എന്ന് പഴയ നിയമം നാം വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഒരു 1.5 തലമുറയുടെ കാലം കടന്നപ്പോൾ റാബി ഷമ്മായിയുടെ കാലമെത്തി. അദ്ദേഹവും ഞെരുക്കം നേരിടുന്ന ഒരു സാഹചര്യമാണ്. പ്രയാസങ്ങൾ അധികരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവും തൻ്റെ കൂടെയുള്ളവരും ചേർന്ന് ആ പ്രത്യേക ഇടം കണ്ടെത്തുവാൻ കാനനത്തിലേക്ക് പോയി. ആ സ്ഥലം തൻ്റെ തൊട്ടു മുമ്പുള്ള പൂർവികൻ ചെയ്തതുപോലെ അദ്ദേഹത്തിന് സ്ഥലം കണ്ടെത്തുവാനായില്ല. പ്രത്യേക പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിച്ചു. പക്ഷേ പ്രാർത്ഥന കൃത്യമായി ഓർമ്മ വരുന്നില്ല, മുറിഞ്ഞു മുറിഞ്ഞു പോന്നു. പ്രാർത്ഥനയും നടത്താനായില്ല, പ്രത്യേക സ്ഥലവും കണ്ടെത്താനായില്ല. എങ്കിലും വിശുദ്ധാഗ്നി കത്തിക്കുവാൻ അവർക്ക് അത് ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ട് അവർ അത് കത്തിച്ച് പ്രാർത്ഥിച്ച് തിരികെ വന്നു. ഫലം മുന്നേ പോലെ തന്നെ സന്തോഷദായകമായിരുന്നത്രേ. അവർ സന്തോഷമായി തിരിച്ചു വരുന്നത് കണ്ട് ഗ്രാമത്തിലുള്ളവർ ഭവനത്തിൽ നിന്ന് പണ്ട് കൂടാര വാതിലിലേക്ക് ഇറങ്ങി നിന്ന് മോശയെയും ഒക്കെ സ്വീകരിച്ചതുപോലെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു അത്രേ. ഏകദേശം ഇന്നത്തെ കാലഘടന അനുസരിച്ച് ഒരു തലമുറയുടെ കാലം പിന്നെയും കടന്നുപോയി. 25, 30, 28 വർഷക്കാലം എന്ന് കണക്കൂട്ടാം. കടന്നുപോയപ്പോൾ പ്രയാസങ്ങൾ അധികരിച്ചു. മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉപദ്രവമേറി, സംഘർഷങ്ങൾ അധികമായി, തങ്ങളുടെ ജീവൻ അപകടത്തിലായി, തങ്ങൾക്കുള്ള സിനഗോഗുകൾ നശിപ്പിക്കപ്പെടുന്നു, തങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വലിയ പ്രയാസങ്ങളായി. അപ്പോൾ അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന ജസേ എന്ന റാബി, അദ്ദേഹം ഓർത്തു, ഞാൻ ആ വിശുദ്ധ സ്ഥലം എങ്ങനെ കണ്ടെത്തും? ഞാൻ ആ പ്രാർത്ഥനകൾ എങ്ങനെ ചൊല്ലും? അവ ഞാൻ ഓർക്കുന്നില്ലല്ലോ. എങ്ങനെ വിശുദ്ധാഗ്നി കത്തിക്കും? അത് എനിക്കോ കൂടെയുള്ളവർക്കോ അറിയില്ലല്ലോ. അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. എന്നാൽ അദ്ദേഹം ഓർത്തു, സിറ്റിംഗ് ഇൻ ദിസ് വീൽ ചെയർ ഐ വിൽ ഓഫർ ടു മൈ കൊളീഗ്സ് ആൻഡ് മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ പീപ്പിൾ ദ സ്റ്റോറീസ് ഓഫ് ഡിവൈൻ ഇന്റർവെൻഷൻ. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ കഥകൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് എനിക്കൊപ്പമുള്ളവരോട് ചേർന്ന്. അത് എനിക്ക് നടക്കാനാകുന്നില്ലെങ്കിലും, എനിക്ക് അവിടേക്ക് പോകാനാകുന്നെങ്കിലും, പ്രാർത്ഥന ചൊല്ലുവാൻ തക്കവണ്ണം എനിക്ക് അത് ഓർമ്മയിൽ വരുന്നില്ലെങ്കിലും, എനിക്ക് വിശുദ്ധാഗ്നി കത്തിക്കുന്ന രീതി പരിചിതമല്ലെങ്കിലും, ഈ കഥകൾ, ദൈവിക ഇടപെടേണ്ട കഥകൾ എനിക്ക് ഓർക്കുവാനും അതെൻ്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമാകും എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, പിതാക്കന്മാരെ, ദൈവിക ഇടപെടലിന്റെ കഥകൾ മലങ്കരിയുടെ മക്കൾക്ക് പല കാലങ്ങളിൽ പറഞ്ഞു തന്ന പൂർവീയ പിതാക്കന്മാരെ നാം പ്രത്യേകമായും സ്മരിക്കുന്നു. അതിൽ ശ്രേഷ്ഠ തേജോപുഞ്ചമായി തീർച്ചയായും മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവ ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല.
ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ മീറ്റിങ്ങിലാകട്ടെ, ഒരു പള്ളിയുടെ ഒരു കാര്യത്തിലാകട്ടെ, അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യുന്ന ഷെമാശന് എൻ്റെ സഹായമാകട്ടെ, അദ്ദേഹം നമുക്ക് ഒരു പഞ്ഞവും കൂടാതെ, ഒരു പിശുക്കും കൂടാതെ തനിക്ക് ആശ്ലേഷിക്കുവാനുള്ള ഒരുക്കത്തോടെ ചുംബനം നൽകി നമ്മെ സന്തോഷത്തോടെ ദൈവം മുമ്പാകെ നിർത്തുവാൻ, എല്ലാ അർത്ഥത്തിലും സഭയുടെ മക്കളെ ദൈവിക ആശ്രയത്വത്തിന്റെ തോത് ഉയർത്തിക്കൊണ്ട് നിർത്തുവാൻ he raised the benchmark of dependence on God. ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെ തോത് ഉയർത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിച്ച ഒരു പിതാവിനെ നാം സ്മരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ദൈവത്തെ നാം മഹത്വീകരിക്കുന്നു. എൻ്റെ ഏഞ്ചൽ ബാബ എന്നും എൻ്റെ കൂറിലോസ് തിരുമേനി എന്നും ഓർക്കുന്ന പ്രായമുള്ളവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് മധ്യവയസ്സിലോ ചെറുപ്പത്തിലോ കുട്ടികളായിരിക്കുമ്പോഴോ ആ സ്മരണ പങ്കിടുമ്പോൾ നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് ഒരു വേദഭാഗം കൂടെ ചേർത്ത് നമുക്ക് ശേഷിക്കുന്ന സമയം അദ്ദേഹത്തെയും ദൈവിക അനുഭവത്തെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 2 മുതലുള്ള വേദഭാഗം. അവിടെ ഒരു ശതാധിപന്റെ ദാസന് രോഗം കാഠിന്യപ്പെട്ടിരിക്കുന്നു, മരണാസന്നനായിരിക്കുന്നു. യേശുവിന്റെ അടുക്കലേക്ക് വിശുദ്ധ ലൂക്കോസിന്റെ വിവരണം മത്തായി ശ്ലീഹ 8 അക്കാര്യമുണ്ടെങ്കിലും വ്യത്യസ്തതയോടെ വിശുദ്ധ ലൂക്കോസ് ചേർത്തിരിക്കുന്നു. യേശുവിന്റെ അടുക്കലേക്ക് യേശുവിന്റെ സന്നിധിയിൽ വരുന്ന സ്നേഹിതരായ ചില മനുഷ്യരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ആ ശതാധിപന്റെ സ്നേഹിതരായ യഹൂദ മൂപ്പന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. നീ അത് ചെയ്തു കൊടുക്കുന്ന യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവനാണ്, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് ഈ ശതാധിപനെയും ശതാധിപന്റെ ദാസന്റെ ആവശ്യകാര്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ്. യേശു അവരോടൊപ്പം പോകുന്നു. പടിപ്പുര വാതുക്കലെത്തുമ്പോൾ വീണ്ടും ചില സ്നേഹിതർ ആ ഭവനത്തിൽ നിന്ന്, ശതാധിപന്റെ ഭവനത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് യേശുവിനോട് പറയുന്നു, നീ അവന്റെ പുരയ്ക്കകത്ത് ചെല്ലുവാൻ അവൻ യോഗ്യനല്ല എന്ന് നിന്നോട് പറയുവാൻ അവൻ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു. സുന്ദരമാണ് വിവരണം. അങ്ങനെ പറയുമ്പോൾ യേശു പറയാണ്, ഹൗ ഗ്രേറ്റ് ഈസ് ദ ഫെയ്ത്ത് ഓഫ് ദി സെഞ്ചൂറിയൻ. അവിടെ അത്ഭുതകരമായ ചിലത് നടക്കുന്നു ആ ഭവനത്തിൽ എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. ഈ വേദഭാഗം വിശുദ്ധം ഇന്ന് നമ്മൾ സ്മരിക്കുന്ന മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയോട് ചേർന്ന് 3 ആശയങ്ങൾ വേഗത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്, ഈ സെഞ്ചൂറിയൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതോ അന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നതുമായ പലതും കൈപ്പിടിയിലുള്ള ഒരു മനുഷ്യനായി. 100-ന് അധിപതിയാണ്. അയാൾക്ക് കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് വരിക, ഒരുവനോട് പോക, ഒരുവനോട് ഇത് ചെയ്യുക, അതൊക്കെ സാധിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം വലിപ്പമുള്ള ആളാണെങ്കിലും ദൈവാശ്രയത്വത്തിന് അദ്ദേഹം മുന്തി വരികയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഓർക്കാം, എല്ലാ സാഹചര്യത്തിലും ദൈവാശ്രയത്വത്തിന്റെ തോത് ഉയർത്തുവാൻ നമുക്ക് ആവശ്യമുണ്ട്. തിങ്ക് ഓഫ് ദ വൺ ഹു ഈസ് റിമെമ്പർഡ് ടുഡേ. ഇന്ന് നാം സ്മരിക്കുന്ന ആൾ നമുക്ക് ദൈവികമായ ദൈവാശ്രയത്വത്തിന്റെ തോത് ഉയർത്തണമെന്ന് എപ്പോഴും നമ്മോട് പറയുന്ന ആളായിരുന്നു. ഞാൻ ആദ്യമായി പങ്കെടുത്ത വൈദിക യോഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അത് വൈദിക യോഗത്തിൽ പറയേണ്ടതാണെങ്കിലും ഇപ്പോഴും ഇവിടെ ഓർക്കുകയാണ്. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, അച്ഛന്മാരെ, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ടില്ല. അപ്പോൾ ഒന്ന് നിശബ്ദമായി ആ പിറുപിറുത്തോണ്ടിരുന്ന ഗണം കേൾവിക്കാർ, പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ആളുകളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ നടിച്ചാലും വേണ്ടില്ല, അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ അതെങ്കിലും നിങ്ങൾ ചെയ്യണം. അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ അത് പറഞ്ഞത്. അതിന് യാമങ്ങളെ കാവൽ ചെയ്തുകൊണ്ട് പോയ ആളാണെന്ന് നമുക്കറിയാം. ഒരു പള്ളി കൂദാശയാകട്ടെ, മറ്റൊരു ശുശ്രൂഷയാകട്ടെ, വിട്ടുകളയുന്നത് വീണ്ടും വന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്ന ആളായിരുന്നു എന്ന് നമുക്കറിയാം. പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ തീർച്ചയായും ഒരു മല്ലനെ പോലെ സ്വീകരിച്ച ആളായിരുന്നു എന്നും അതിൽ ബലഹീനതയുള്ള നാം ഓർക്കും. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ദൈവാശ്രയത്വത്തിന്റെ തോത് നാം ഉയർത്തി നിൽക്കണം. നീ ആരുമാകട്ടെ, നിന്റെ ക്രെഡൻഷ്യൽസ് എന്തുമാകട്ടെ, ആ മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം വലിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും ആ ശതാധിപനെ കുറിച്ച് വലിയ കാര്യങ്ങൾ ഓർക്കാനുള്ളപ്പോഴും, അയാൾ ശക്തനായിരുന്നപ്പോഴും, കഴിവും പ്രാപ്തിയുള്ളവനായിരുന്നപ്പോഴും,
അയാൾ ദൈവാശ്രയത്വത്തിലേക്ക് ഉയർന്നു വരുന്നു. പരിശുദ്ധനായ കാതോലിക്ക ബാവ തിരുമേനി നമ്മോട് ഓർമ്മിപ്പിക്കുമായിരുന്നു, അദ്ദേഹം എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം കർത്താവിലാകുന്നു എന്ന്. ബലം ദൈവത്തിൽ കണ്ടെത്തുവാൻ സ്വയം തീരുമാനിക്കുകയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ഈശ്വര ചിന്ത അതൊന്നേ മനുഷ്യന് ശാശ്വതമായിട്ടുള്ളൂ എന്ന് ഈ ലോകത്തിൽ എന്ന് പഠിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സമ്മിശ്രമായ താല്പര്യങ്ങളുടെ മധ്യത്തിൽ ദൈവാശ്രയത്തെക്കാൾ മറ്റു പലതിലും ചേർന്ന് നിൽക്കുന്നതിൻ്റെ നന്മയേക്കാൾ മറ്റു പലതിലും സഭയുടെ നന്മ ആഗ്രഹിക്കുന്നത് അത് തന്നെ വേണം എന്ന് വിചാരിക്കുന്നതിലും ദൈവാശ്രയത്വത്തിലും മറ്റു പലതും താല്പര്യമായി നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ എല്ലാമാക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എനിക്കെല്ലാം ഉണ്ടെങ്കിലും ദൈവകൃപയിൽ കുറവുണ്ടായാൽ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവകൃപ എനിക്കുണ്ടെങ്കിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കുകയാണ്. അത് സ്മരണികയിലോ പുസ്തകങ്ങളിലോ കോറിയിടുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ അവ സൂക്ഷിക്കുവാൻ, നെഞ്ചേറ്റി സൂക്ഷിക്കുവാൻ നമുക്ക് ആശ്രയത്വത്തിൻ്റെ തോത് ഉയർത്തേണ്ടത് ആവശ്യമുണ്ട്. ആശ്രയിക്കാവുന്നവ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം നേതൃത്വം കൊടുത്ത സാമൂഹ്യ കാര്യങ്ങളിൽ, പൊതുക്കാര്യങ്ങളിൽ, സഭാകാര്യങ്ങളിൽ, സഭാ ഐക്യത്തിൻ്റെ കാര്യങ്ങളിൽ പ്രശ്ന കലുഷിതമായ 1983-84 കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ദൈവാശ്രയത്വത്തിൻ്റെ തോതുയർത്തുവാൻ സഭകളുടെ നേതാക്കളെയും ജനങ്ങളെയും പൊതുസമൂഹത്തെയും അദ്ദേഹം പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് പ്രത്യേകമായും ഓർക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതും ഞാൻ പറഞ്ഞു വരുന്നതും നിലയ്ക്കൽ സംഭവമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുമല്ല. എല്ലാ അർത്ഥത്തിലും സഭയുടെ നേതൃത്വങ്ങളെ, അത് പൗൽ തിരുമേനിയാണെങ്കിലും പടിയറ തിരുമേനിയാണെങ്കിലും ക്രിസോസ്റ്റം തിരുമേനിയാണെങ്കിലും മറ്റ് ആത്മീയ നേതാക്കളെയും സഭയുടെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും സഭാമക്കളെ ആകമാനവും പൊതുസമൂഹത്തെ തന്നെ വിടഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ പോലും അയോധ്യയിലെ സംഭവമോ അതിനു മുമ്പ് 1983-84 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ മരണമുണ്ടാക്കിയ ആ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ തലസ്ഥാനത്ത് നടന്ന സാഹചര്യം പോലെ ഉണ്ടാകാമായിരുന്ന ചോരപ്പുഴ ഒഴുക്കിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ദൈവാശ്രയത്വത്തിന്റെ കാര്യമാണ്, ഡിപ്ലോമസിയുടേതല്ല എന്നുള്ളത് മലയാളി സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമസി ഫോർ ജെനുവിനിറ്റി. ദൈവത്തിലുള്ള ആശ്രയത്വത്തിനോ നന്മയ്ക്കോ ആത്മാർത്ഥതയ്ക്കോ പകരമായി ഡിപ്ലോമസി ചേർക്കുന്ന കാലമാണിത്. മറിച്ച് അത് മാറ്റിവെച്ച് ദൈവാശ്രയത്വത്തിന്റെ തോത് ഉയർത്തുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 17 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ a certain young man was seen running unto Jesus Christ. യേശുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഓടി വരികയാണ്. അയാൾ ചോദിക്കുകയാണ്, what should I do to inherit the kingdom of God? ദൈവരാജ്യം കൈവശമാക്കേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയാളോട് യേശു മറുപടി പറഞ്ഞു, കൽപ്പനകൾ പാലിക്കണം. അവിടെ പറയുന്നത് അക്കമിട്ട് നോക്കിയാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 6 കൽപ്പനകൾ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നിങ്ങനെയുള്ള 6 കൽപ്പനകൾ നേരിട്ടും ഒരെണ്ണം ഇൻഡയറക്റ്റ് ആയിട്ടും എല്ലാത്തിനും മേലെ ദൈവം എന്നുള്ള ആ 1-ാം കൽപ്പനയും ചേർത്ത് വെച്ച് അയാളോട് പറയുമ്പോൾ പിന്നെ ആ വേദഭാഗം മുന്നോട്ട് പോകുന്നത് മർക്കോസ് എവൻഗേലിസ്റ്റൻ മാത്രം സുന്ദരമായി ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീസസ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ലവ്ഡ് ഹിം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, യേശു നമ്മെ സ്നേഹിച്ചു, നമ്മിലേക്ക് നോക്കി. കുറവുണ്ടെന്ന് അവിടെ കണ്ടു ആ വേദഭാഗത്ത്. അവനിൽ കുറവുണ്ടെങ്കിലും നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന് ഇടയാക്കിയ പിതാക്കന്മാർ ഈ സഭയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നാം അത് നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പെരുന്നാൾ ഓർമ്മ അത്തരത്തിൽ ദൈവാശ്രയത്വത്തിൽ നമ്മെ പഠിപ്പിക്കുകയും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛൻ എന്നെ പിടിച്ചു നിർത്തിയ ഒരു കാര്യം പറഞ്ഞു. ഇവിടുത്തെ നോബിനച്ഛൻ അഭിവന്യ പിതാവിനൊപ്പം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ
തിരുമേനിയുടെ നോബിനച്ചന് ഒരു അസുഖം വന്ന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെയില്ല, കാതോലിക്ക ബാബയുടെ കൂടെയില്ല. അതിന് പകരമായി ഈ അച്ഛനെ നിയോഗിച്ചു. അന്ന് ഈ വാഹനം തിരുമേനിയുടെ വാഹനം എവിടെ ഒന്ന് ഇടിച്ചു. അതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് പരുക്കൊക്കെയായി, വേറെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് അന്ന് കല്ലുപ്പാറ കൺവെൻഷന് ഉദ്ഘാടന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല, മുഴുനീള പ്രസംഗം കൂടെ നടത്തണം. മറ്റു പല കാര്യങ്ങളിലുമുണ്ട് അന്ന്. ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ആ അച്ഛനെ, അന്ന് കൊച്ചു ചെമ്മാച്ചനാണ്, അദ്ദേഹത്തിന് പിശുക്കില്ലാതെ മൂർധാവിൽ തുടർന്ന് ബാക്കി ഒക്കുന്ന മുഖത്ത് കിട്ടിയ ഭാഗത്തൊക്കെ 3 6 ചുംബനം കൊടുത്തിട്ട് മോനെ അയച്ചത് ദൈവമാണ് മാലാഖയായി എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അടുത്തൊരു തലവും ആശ്രയത്വവും അദ്ദേഹത്തിന് പഠിക്കാനാകുന്നു എന്ന് ഇന്ന് എന്നെ സെമിനാരിയുടെ വാതിലിൽ പിടിച്ചു നിർത്തി സോഫിയ സെൻറ്ററിലുള്ള ആ സജിയച്ചൻ ഇന്ന് എന്നോട് പറഞ്ഞു വിട്ടു. എന്നെ കേൾക്കും ദൈവത്തിന് ജനമേ, ദൈവാശ്രയത്തിന്റെ സ്തോത്രം. He raised, His Holiness tried to raise the benchmark of dependence on God, and that is highly needed today. രണ്ടാമത്, ഈ പിതാവിനെ നാം സ്മരിക്കുമ്പോൾ പ്രത്യേകമായും ഓർക്കണം, അദ്ദേഹം നമുക്ക് മാധ്യസ്ഥവും പ്രയാണവും യേശുവിലേക്ക് എന്ന് നമ്മെ പഠിപ്പിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി പ്രയാണം ചെയ്യുന്ന തീർത്ഥാടക സംഘമാണ് നാം. അതിലൊരു തീർത്ഥാടകനായി ഞാൻ എന്നൊക്കെ അദ്ദേഹം നമ്മോട് പറയുമ്പോൾ, തിരുമേനിയുടെ പ്രസംഗങ്ങളിൽ അക്കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ, ഈ വേദഭാഗം, ഇന്നെടുത്ത വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, ആ സെഞ്ചൂറിയന് യേശുവിങ്കലേക്ക് ആള് പറഞ്ഞു വിട്ടാലും യേശുവിങ്കലേക്ക് നേരിട്ട് ചെല്ലുന്നതായി വിശുദ്ധ മത്തായി ശ്ലീഹ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണെങ്കിലും തൻ്റെ യാത്ര, തീർത്ഥാടനം യേശുവിങ്കലേക്ക് എന്നുള്ള ബോധ്യമായ നമ്മയും തീർത്ഥാടനത്തിന് പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിച്ചു. അത് ഇവിടേക്ക് നിങ്ങൾ വരണമെന്നല്ല, നിങ്ങൾ ഇവിടേക്ക് വരുന്നത് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ കൊച്ചുരൂപം, മിനിയേച്ചർ മാത്രമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു അത്രേ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടൊപ്പമും അദ്ദേഹത്തിന് പിൻപാലെയും ദൈവത്തിങ്കലേക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടെ 4 മിനിറ്റ് എടുത്ത് പറഞ്ഞ് ഞാൻ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. 3-ാമത് വേദഭാഗം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശതാധിപൻ തൻ്റെ സുഹൃത്തുക്കൾ വഴി യേശുവിനോട് അറിയിക്കുന്നതായെങ്കിലും, അദ്ദേഹം നേരിട്ട് ചെന്ന് അറിയിക്കുന്നതാണെങ്കിലും ഒരു പ്രത്യേക കാര്യമുണ്ട്. ഗുരുവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അങ്ങൊരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. എൻ്റെ കീഴിൽ പടയാളികളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ പോരാത്തവനെന്ന ബോധ്യം അദ്ദേഹം നിലനിർത്തുകയും അത് അറിയിക്കുകയും അത് ദൈവം മുമ്പാകെ നിന്ന് അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ പര്യാപ്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ബലഹീനൻ എന്ന പദം ഈ തലമുറയിലും മുൻ തലമുറയിലുള്ള ആളുകൾ ഏറെ കേട്ടു ഈ പിതാവിൽ നിന്ന്. ഈ പാപിയായ കൂറിലോസ് മെത്രാച്ചൻ എന്ന് എത്ര പ്രാവശ്യം നമ്മുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞു. ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കാൻ കയറിയ വർഷം, തൊട്ടടുത്ത വർഷം അവിടെ സിനഡ് നിശ്ചയിച്ചൊരു കമ്മീഷനെ വെച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നേരിട്ട് ചെയർ ചെയ്യുകയാണ് സെമിനാരിയുടെ ഫാക്കൽറ്റി. പ്രിൻസിപ്പളായി KM ജോർജ് അച്ഛൻ എഴുന്നേറ്റ് നിന്ന് സ്വാഗതവും മറ്റ് ആമുഖ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ മുമ്പാകെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ പറയുകയാണ്, നമ്മുടെ മുമ്പാകെ പഠിക്കുവാൻ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ബഹുമാനത്തോടെ തന്നെയാണ്. നമ്മൾ ബലഹീനരാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം അവരെ പഠിപ്പിക്കുവാൻ. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, മുമ്പിലിരിക്കുന്നവർ ഈ സഭയുടെ ഏത് സ്ഥാനം വരെയും പോകാൻ ദൈവം കരുണ ചെയ്താൽ പ്രാപ്തിയുണ്ടാകുന്ന മനുഷ്യരാണ്, അവരെ ആ തരത്തിൽ തന്നെ കാണണം എന്ന് പറഞ്ഞു. അതേ തുടർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കൊടുത്തു 3-4 ചുംബനം KM ജോർജ് അച്ഛന്. അദ്ദേഹം കണ്ണു നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛന്മാരെ, എൻ്റെ അധ്യാപകരെ, എൻ്റെ ഗുരുക്കന്മാരെ, എന്ത് 3 അദ്ദേഹത്തിന്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ട് കുരിശിന്റെ ഇടത്തെ കോണ് നെറ്റിയിൽ അടിച്ചടിച്ച് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അവിടവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങളായിരുന്നു. അന്നത്തെ സാഹചര്യവും 15 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അത് സഭയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട കാര്യവുമായിരുന്നു.
പോരാത്തവനെന്ന ബോധ്യത്തോടെ അധ്യാപകൻ പഠിപ്പിക്കാവുള്ളൂ എന്ന് സെമിനാരിയുടെ ബഹുമാന്യരായ സീനിയർ പട്ടക്കാരോട്, അധ്യാപകരോട് പറയുന്ന ഒരു പിതാവ്, അത് തന്നെ ഉറപ്പാക്കിക്കൊണ്ട് തന്റെ ജനത്തോട് ഇടപെടുന്ന പിതാവ്, ദൈവം മുമ്പാകെ പോരാത്തവനെന്ന ബോധ്യത്തോടെ മാത്രം നിന്ന ഒരു പിതാവ്, അദ്ദേഹം നമ്മോട് പറയുന്നത് നമ്മൾ ഇന്ന് എന്ത് അഹമ്മതിയോടെയാണ് കാണുന്നത്. നമുക്കതുണ്ടെന്ന് മറ്റു മനുഷ്യർ പറയുന്നു. എൻ്റെ വിദ്യാർത്ഥികൾ എന്നെ കുറിച്ച് പറയുന്നതായിരിക്കാം, നേരിട്ട് ചിലപ്പോൾ പറഞ്ഞില്ലായിരിക്കാം. ജീവിതത്തിൽ പോരാത്തവനെന്ന ബോധ്യത്തോടെ, അയോഗ്യനെന്ന ബോധ്യത്തോടെ താഴ്ച കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശുദ്ധ കന്യമറിയാം വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 48 ചേർത്തിരിക്കുന്ന പറയുന്നത് പോലെ ജീവിതത്തിൽ നമുക്കത് ബോധ്യപ്പെടുവാൻ ആവശ്യമുണ്ട്. ഈ പിതാവിനോട് ചേർന്ന് തീർച്ചയായും ജെരമിയായുടെ പ്രവചനം നമുക്ക് ഓർക്കാം. 9-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അരുത്, എന്തരുത്? പ്രശംസിക്കരുത്. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. അതുപോലെ തന്നെ പ്രശംസിക്കരുത് ബലവാനും. പിന്നെ എന്തിൽ പ്രശംസിക്കണം? സർവശക്തനായ യഹോവ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിൽ തന്നെ നിങ്ങൾ പ്രശംസിക്കട്ടെ എന്നാണ്. നമുക്ക് ദൈവത്തിൽ പ്രശംസിക്കുവാൻ ഈ പിതാവ് നമ്മെ പഠിപ്പിച്ചു. ഞാൻ ബലഹീനനാണ്. അദ്ദേഹത്തിൻ്റെ ബലഹീനത ബോധ്യത്തിലാണ് ഈ സഭയ്ക്ക്, ഈ സെൻറ്റർ മുതൽ, ഹോറേബ് മുതൽ, കാൽവറി മുതൽ, ബത്ലഹേം മുതൽ ചായലോട് വരെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പാറപ്പുറത്ത്, ചായലോട്ടിലെ പാറപ്പുറത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പോയി ഇരുന്നിരുന്നു. അവിടെ ഇരിക്കുമ്പോഴും മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബയുടെ ശോഭയാർന്ന മുഖമാണ് മനസ്സിൽ വരുന്നത്. മറ്റാരവിടെ താമസിച്ചാലും ആ മുഖം മാഞ്ഞു പോകില്ല എന്ന് ഞാൻ അവിടെ ഇപ്പോഴുള്ള പിതാവിനോട് പറയുകയുണ്ടായി. അദ്ദേഹവും അത് പങ്കിടുകയുണ്ടായി. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് നമുക്ക് വേണ്ടിയിരിക്കുന്നത് ഒരു ഓർമ്മയാണ്. ദിനോസറുകൾ ഇല്ലാതെയായാൽ ജുറാസിക് പാർക്കുകളെ കാണുകയുള്ളൂ. ദിനോസർ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ കാലത്തും വന്യമായ ശക്തിയുടെയും വലിയ ആകാരത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. പുരാതന കാലത്ത് വന്യമായ ശക്തിയും ആകാരവും ഉണ്ടായിരുന്ന മൃഗമായിരുന്നു ദിനോസർ. അതില്ലാതെയായി. അവയില്ലാതെയായാൽ പിന്നെ ജുറാസിക് പാർക്ക് മാത്രമേ ഉള്ളൂ. സ്പീൽബർഗിൻ്റെ ആർട്ടിസ്റ്റിക് ക്രിയേഷനാണത്. അത് ഒരു പ്രത്യേകമായ ക്രമീകരണമാണ്. അതുകൊണ്ട് വലിയ മനുഷ്യർ ഇല്ലാതെയായാലും വെറും സ്പീൽബർഗ് ഉണ്ടാക്കിയ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ മാത്രമായി ശേഷിക്കാതെ ഇരിപ്പാൻ നമുക്ക് കുറച്ചുകൂടെ ദൈവാശ്രയത്വത്തിൻ്റെ തോത് ഉയർത്താം. മാത്യൂസ് ദിദിയനെ കേൾക്കാം. നമുക്ക് ദൈവത്തിങ്കലേക്ക് പ്രയാണം ചെയ്യാം. മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയെ കേൾക്കാം. അദ്ദേഹത്തിനൊപ്പം ഞാൻ പോരാത്തവനെന്ന ബോധ്യത്തോടെ ദൈവം മുമ്പാകെ കടന്നു വരാം. എന്നെ കേട്ട ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധ പിതാക്കന്മാർ അനുവദിച്ചു, ഈ ക്രമീകരണമുണ്ടായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ചതിനും കേട്ടതിനും ബഹുമാനപ്പെട്ട KT വർഗീസ് അച്ഛൻ്റെ ക്ഷണത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗ്രീറ്റിംഗ്സ് ഫ്രം ദ സെമിനാരി. താങ്ക് യു.